ആദരിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ മാതൃസമിതിയുടെ ശാരദ ഞങ്ങളുടെയൊക്കെ ചെറിയമ്മയുള്ള ശാരദമ്മയെ ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക്. ചേച്ചി വരും. നടത്തുന്ന ആ സത്സംഗ സമിതിയുടെ ഒരു വലിയ കൂട്ടായ്മയാണ്, പ്രചാരണം നൽകുന്ന വലിയ കൂട്ടായ്മയാണ്. പേരെന്താ? പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റ്. അവര് കുറേ വർഷങ്ങളായിട്ട് ഇതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ സംരംഭങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ നാരായണീയം പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു എന്താ പറയുക പരീക്ഷ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സുമംഗല ചേച്ചി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തേക്ക് എത്തി. സുമംഗല ചേച്ചിക്ക് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. മാത്രമല്ല ഏറ്റവും കൂടുതൽ, അതായത് മൂന്ന് പേരിൽ ഒരാളായിട്ട് സുമംഗല ചേച്ചീനെ ഇത് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം. നമ്മുടെ കൂട്ടത്തിൽ ഈ പുരസ്കാരം ഈ ജന്മത്തിൽ ഒരിടത്തെങ്കിലും പോകണമെന്ന് ഭാരതീയ ഋഷിമാർ പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തു നിന്നാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ വെച്ചിട്ടാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു വലിയ, അതായത് 500 പേരുണ്ടാവുന്ന അവർ അല്ലെങ്കിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വേറെ ഉണ്ടാവും. അത്രയും വലിയൊരു സദസ്സിന്റെ മുന്നിൽ നമ്മുടെ കൂട്ടത്തിലെ ഒരു ആചാര്യ അവിടെ പോയിട്ട് ഒരു പുരസ്കാരം നേടുക. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ, അതായത് സജ്ജനങ്ങളുള്ളവർക്ക് അവിടെ വീട് നമസ്കരിച്ചതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പുരസ്കാരത്തിന്റെ വാല്യൂ ഒരുപക്ഷെ ഇന്നല്ല, എല്ലാ പുരസ്കാരങ്ങളുടെയും വാല്യൂ എപ്പോഴറിയാം? ഈ ആൾക്കാരൊക്കെ മൺമറഞ്ഞു പോയിട്ടാണ്, പിന്നെയാണ് നമ്മൾ അതിന് പൊക്കി പിടിച്ച് നടക്കുക. ഇത് നമ്മുടെ ഭാഗ്യം എന്താ? എല്ലാവരും ഉള്ള കൂട്ടത്തിൽ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്കും കൂടി അവരെ ഒന്ന് ആദരിക്കാനും നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടാണ്. അതിന് ചന്ദനക്കാവും മാതൃസമിതിയും കൂടി തയ്യാറാവുന്നത് വലിയ നന്ദി അറിയിക്കാനാണ്. കൂടാതെ അത് പൊന്നാട എണീച്ചിട്ട് ആ ആദരവിന് വേണ്ടിയിട്ട് തിരുമേനി ക്ഷണിച്ചു. ആ പുരസ്കാരം വേണേട്ടാ, ആ പുരസ്കാരം ഇങ്ങോട്ട് വേണേട്ടാ എന്നിട്ട് അങ്ങോട്ട് എല്ലാവരും കണ്ടില്ലേ? ഇനി എന്തേലും ഒരു 2 വാക്ക് പറഞ്ഞ ഞങ്ങൾ വേണുകെട്ടൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികള്, മാതൃസമിതി അംഗങ്ങള്, എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം ആരോടും എനിക്ക് നന്ദി പറയാനില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. അതിലേറ്റവും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ നമ്മുടെ സാന്ദ്രാനന്ദം പരിപാടി. പ്രസാദ്ജിയുടെ നേതൃത്വത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ചിന്തിച്ചു. അതൊട്ടും പ്രതീക്ഷിക്കാത്ത വിധം വളരെയധികം നല്ല രീതിയിൽ ഭട്ടതിരിപ്പാടിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും കഠിന പരിശ്രമം അതോടൊപ്പം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് ഭട്ടതിരിപ്പാടിനെ നമ്മൾ അത്രയും ഭക്തി ആദരവോടുകൂടി സ്മരിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതേ ഡേറ്റിന് തന്നെ എനിക്ക് അവിടെ ഒരു പുരസ്കാരം ഭഗവാൻ കരുതി വെച്ചത് എന്നാണ്. അപ്പോൾ ഈ വർഷത്തെ നാരായണീയ ദിനം ആവുമ്പോഴേക്കും അതേ ഡേറ്റിന് തന്നെയാണ് ഇങ്ങനെ ഒരു പുരസ്കാരം. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രം. നമുക്ക് സ്വപ്നം കാണാൻ പോലും വിചാരിച്ചിട്ടില്ല അവിടേക്കൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് ഭഗവാന്റെയും ഭട്ടതിരിപ്പാടിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കഠിന പരിശ്രമം കൊണ്ട് ഈ വർഷവും നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല രീതിയിൽ ആ സാന്ദ്രാനന്ദം പരിപാടി നടത്താൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഭട്ടതിരിപ്പാട് നമ്മളോടൊപ്പമുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ വളരെ നന്നായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കാൻ നന്ദി ആരോടും പറയില്ല. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്, ആരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക നമസ്കാരം.